ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഷോ പീസാണ്. അപ്പം ഒരു വേസ്റ്റ് ഇട്ട് കിട്ടി, അതിന് ശേഷം അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം സെയിം ലെവലിന് ഇതുപോലെ എടുക്കാം. നമുക്കൊരു മെഷർമെൻറ്റ് എടുക്കാം. ഒരു 10 ഇഞ്ച് മേലെയും വീതി ഒരു 14 അല്ലെ 10 മതി. അപ്പം നീളം വീതി ഒരു 10, നീളം ഒരു 10 അങ്ങനെ എടുക്കുക. പിന്നെ ഇത് സെക്കൻഡ് പീസ് കട്ട് ചെയ്യുന്ന സെക്കൻഡ് പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന 4 ഇഞ്ച് വീതിയും നീളം ഒരു 10 ഇഞ്ചും അതുപോലെ എടുത്ത് എല്ലാം 3 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. റെഡ് ആയതുകൊണ്ട് ഒരു 3 പീസ് 4 പീസ് ഒരേപോലെ കൊടുത്താലേ ഒരു കട്ടി വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു മോഡൽ വീടിൻ്റെ ഒരു ആകാരമാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ കട്ട് ചെയ്യാനും സഹായിക്കാനും എൻ്റെ കുഞ്ഞിപ്പെണ്ണും ഉണ്ട്. കുഞ്ഞിപ്പെണ്ണ് അപ്പുറത്ത് ഇരുന്ന് ഓരോ പണി ഒപ്പിക്കുന്നവൾ. അങ്ങനെ ഏകദേശം ഞങ്ങളെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ 3 പീസ് വെച്ച് അത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് വീടിൻ്റെ രൂപത്തിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ 3 പീസ് വെച്ച് ഒട്ടിച്ചതെല്ലാം ഞാനിപ്പോൾ ജോയിൻ്റ് ചെയ്തെടുക്കാൻ പോകുന്ന. അപ്പോൾ ഒരു വീടിൻ്റെ രൂപം നമുക്ക് കിട്ടും. അപ്പോൾ താഴെയും മേലെയും ഇങ്ങനെ ഹണ്ട് പോലത്തെ ഭാഗവും പിന്നെ താഴെ ഒരു തട്ട് വരാൻ കുറച്ച് വീതിയിലെടുത്തതിന് അതും എല്ലാം വെച്ച് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് നല്ലോണം ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇത് ഒട്ടിച്ച് നല്ലോണം ഉറപ്പ് വരുത്തണം. നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്ത് നല്ലോണം ഒട്ടിച്ചു കൊടുക്കണം. നല്ല വേഗം പറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം ഏകദേശം നമ്മൾ ഒട്ടിക്കൽ പണി കഴിഞ്ഞ് വരാനായി. അപ്പം ഇതാണ് രൂപം. ഒരു വീടിനെ പോലെ കാണാൻ തോന്നുന്ന രൂപം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊന്നും കൂടി എവിടെയെങ്കിലും ഒട്ടിയിട്ടില്ലെന്ന് നോക്കിയിട്ട് അവിടെയെല്ലാം ഗ്ലൂ ആക്കി കൊടുക്കുക. പിന്നെ നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ എല്ലായിടത്തും മാസ്കിംഗ് ടേപ്പ് വെച്ച് ഇതുപോലെ എൻഡിങ്ങും സൈഡെല്ലാം നല്ലോണം ഒട്ടിച്ച് ലെവലാക്കി കൊടുക്കാം. അത് ഒട്ടിച്ച് കഴിഞ്ഞ് ഫൈനലി നമുക്ക് പെയിൻറ്റിങ് ഫുള്ളാക്കി കൊടുക്കാം. പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയാൽ നമ്മളെ വാസ് റെഡിയായി ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക.